എൻ്റെ പേര് സുഷമ. ഞാൻ വിനീതയുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. വിനീതയുടെ പഴയ വീട് മൊത്തം പോയി, ഓടെല്ലാം പോയി, മേൽക്കൂര മൊത്തം തകർന്ന ഒരു വീടായിരുന്നു. അത് പല പ്രാവശ്യം ഞങ്ങളെല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് ഫോട്ടോ എടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്തിൽ പറയണമെന്ന് പറയുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അയൽവക്കക്കാരെല്ലാവരും കൂടി മെമ്പറെ വിളിച്ച് കാണിക്കുകയോ അതിനെപ്പറ്റി പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞൊക്കെ അങ്ങനെ ഒരു ദിവസം വന്ന് പറഞ്ഞ് എനിക്ക് ലൈഫിൻ്റെ വീട് ശരിയായിട്ടുണ്ട്, എല്ലാവരും കൂടി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിന്ന് അവസാനം പണി പൂർത്തിയായി. അത് ഒരു വയ്യാത്ത കൊച്ചാണ് അതിനുള്ളത്, ഞങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങളുടെ മോൻ്റെ പ്രായമാണ് ആ കുഞ്ഞിന്. വിനീതയ്ക്കും വയ്യ, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടിലാണ് കൊച്ച് സഹിച്ചിട്ടാണ് അതിന് വീട് ഇത് ശരിയായത്. അപ്പം വീടും എല്ലാം റെഡിയായി, ഉദ്ഘാടനവും കഴിഞ്ഞ് ഇപ്പോൾ വിനീത നല്ല സന്തോഷത്തോടു കൂടി കലക്ടറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു ആഘോഷമായിട്ട് തന്നെയായിരുന്നു ആ വീടിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അയൽവക്കക്കാരും നാട്ടുകാരും വേണ്ടപ്പെട്ട പഞ്ചായത്തിലെ അംഗങ്ങളും എല്ലാവരും വന്ന് നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുന്ന പോലെ ഞങ്ങൾ അയൽവക്കക്കാരെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അതിനു വേണ്ടി നിന്ന് പ്രയത്നിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്ന്. ഇപ്പോൾ എപ്പോഴും പറയും എൻ്റെ വീട് സൂപ്പറാണ്, സൂപ്പർ വീടാണ്, എനിക്ക് സന്തോഷമാണ്, ഇത്രയും മതി, സുഖമായിട്ട് കിടക്കാം എന്നാണ് ഞങ്ങളോട് എല്ലാവരോടും പറയുന്നത്. എപ്പോഴും ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു കൊച്ചാണ് വിനീത. ലോട്ടറി കച്ചവടം നടത്തിയാണ് ഇത് ജീവിക്കുന്നത്. ആ കുഞ്ഞിനും വയ്യ. ഇനി ആ കുഞ്ഞിനെ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ച് അതിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ച് നല്ല രീതിയിൽ ആ കുഞ്ഞിനെ കൂടി ഒന്ന് എടുക്കുവാണെങ്കിൽ അവൾക്ക് മറ്റാരും ഇല്ലാത്ത ഒരു കൊച്ചാണ് വിനീത. വിനീത ലോട്ടറി കച്ചവടം പരിഹാരം ബിഗോ എലന്തൂര്. വിനീതയുടെ പഞ്ചായത്തില വീടിൻ്റെ ലൈഫിൻ്റെ വീട് 4 ലക്ഷം രൂപ കിട്ടി. എല്ലാം പണി വെച്ച് കഴിഞ്ഞു. പിന്നെ ലൈഫിൻ്റെ വീടാ, നല്ല വീടാ, നല്ല ഐശ്വര്യമായി. ആരാ പറ്റി നമ്മുടെ അടുത്തുള്ള മേശരിയാ ബിജു. പത്തനംതിട്ട കളക്ടർ ഇവിടെ വന്നായിരുന്നു. വന്നിട്ട് എല്ലാവരും പഞ്ചായത്ത് സാറുമാർ ഇവിടെ എല്ലാവരും വന്നായിരുന്നു. ഓണത്തിന് മുമ്പേ എല്ലാവരും വന്നിട്ട് സന്തോഷമായി. പഞ്ചായത്തിന്റെ വീടാണോ? പഞ്ചായത്ത് വീടാ. വിനീത എങ്ങനെയാണ് ജീവിക്കുന്നത്? വിനീതയുടെ ജോലി എന്താണ്? ലോട്ടറിയാണോ? ലോട്ടറി കച്ചവടം. എവിടെയാണ് ലോട്ടറി വിൽക്കുന്നത്? എന്തോ എവിടാ ലോട്ടറി വിൽക്കുന്നത്? ഇവിടെ അടുത്തുള്ള നമ്മുടെ ഏലന്തൂരം ഇവിടെ കച്ചവടം ജോലിക്ക് പോകുന്നുണ്ട്. വിനീത അല്ലാതെ വേറെ ആരുണ്ട് വീട്ടില്? വീട്ടില് വേറെ ആരുണ്ട്? വിനീത വേറെ ആരുമില്ല, അമ്മ മോന് മാത്രമേ ഉള്ളൂ. ഭർത്താവില്ല, മരിച്ചു 5-6 കൊല്ലമായത്. വയ്യായിരുന്നു. മോനും ചെറിയ കൊടുപ്പ് തുകയില്ലാത്ത. ഭർത്താവ് 5-6 കൊല്ലം ഭർത്താവ് വയ്യായിരുന്നു, ശ്വാസം പിടിച്ചു 5-6 കൊല്ലമായി. എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടെ ഉള്ള പരിഹാരത്തോള. പഴയ വീടിന് എന്തായിരുന്നു? പഴയ വീട് നല്ല വീടായിരുന്നു. അതെ, പഴയ വീട് നല്ല വീടായിരുന്നു. വലിയ വീട്. പഴയ വീട്. പഴയ വീട് കൊള്ളില്ലായിരുന്നു. എല്ലാം പൊടിഞ്ഞു പോയി. മഴ ഓടായിരുന്നു, എല്ലാം പൊടിഞ്ഞു പോയി. പഞ്ചായത്തായിരുന്നോ വീട് തന്നത്? അപ്പൊ സന്തോഷമുണ്ടോ ഇങ്ങനെ ഒരു വീട് കിട്ടിയതില്? ഇങ്ങനെ ഒരു വീട് കിട്ടിയ സന്തോഷമുണ്ടോ? സന്തോഷമായി ഉണ്ട്. ഇപ്പൊ എത്ര ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വീടിന് തന്നത്? 4 ലക്ഷം. എത്ര തവണയായിട്ട് തന്നത്? 4 ലക്ഷം രൂപ കിട്ടി. ഏത് പഞ്ചായത്തിൽ നിന്നാ കിട്ടിയ? പഞ്ചായത്തിന്. ഏത് പഞ്ചായത്തിന്റെ പേരെന്തോ? എലന്തൂർ പഞ്ചായത്ത്. പഞ്ചായത്ത്. അപ്പൊ സന്തോഷമുണ്ടോ? വീട്ടിൽ എന്തൊക്കെയുണ്ട്? വീട്ടിൽ അടുക്കളയുണ്ടോ? ഉണ്ട്. ഡൈനിങ് റൂം ഉണ്ടോ? ഉണ്ട്. ബെഡ്റൂം എത്ര ഉണ്ട്? ഇപ്പൊ എത്ര ഉണ്ട്? ബാത്റൂം ഉണ്ടോ? ബാത്റൂം എല്ലാം ഉണ്ട്. സന്തോഷം. 2 മുറി, ബാത്റൂം, ഒരു അടുക്കള, ഒരു കാള്, നല്ല വീടായി. സന്തോഷമായി.
വിനീതയുടെ അയൽവാസിയാണ് ഞാൻ. എൻ്റെ പേര് ഭദ്രൻ എന്നാണ്. ഇവരുടെ വീട് ഇപ്പോൾ വെച്ചത് ലൈഫിൻ്റെ വീടായിട്ടാണ്. ഒരു നല്ലൊരു വീടാണ് വെച്ചേക്കുന്നത്. 2 ബെഡ്റൂമും ഒരു ഹാളും അടുക്കളയും ബാത്റൂമും എല്ലാം ഉള്ളൊരു വീടാണ്. അത് 400 ഇത് സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. ഞാൻ തൊട്ട വീട്ടിലേതാണ്. ഏകദേശം എത്ര പേരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്? ഒരു 10-20 പേരുടെയൊക്കെ കൂട്ടായ്മയുള്ളതാണ്. അപ്പോൾ വീടിനകം എങ്ങനെയാണ്? വീടിനകം ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുക. റൂമുകൾ എങ്ങനെയാണ്? റൂമുകൾ നല്ല സൂപ്പറാണ്. കതവെല്ലാം ഇട്ട് വൃത്തിയാക്കി. ഏതൊക്കെ റൂമുകളാണ് ഉള്ളത്? 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ബാത്റൂം. വിനീതയ്ക്കും മകനും വയ്യാത്തതുകൊണ്ട് അവർക്ക് വയ്യാത്തവരാണ്. സഹായമായിരുന്നു? ആയിരുന്നു, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ശ്രമത്തെ ലൈഫ് പദ്ധതി അഭിനന്ദിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, അതിനൊന്നും കയറി ചെയ്യാൻ തരവില്ലല്ലോ, ചെയ്തില്ലേ പറ്റുള്ളൂ. ആ പാവങ്ങൾക്ക് അത് എത്ര ഉണ്ടായി കൊടുത്ത് വലിയ കാര്യം. ഇപ്പം വീടും എല്ലാം റെഡിയായി, ഉദ്ഘാടനവും കഴിഞ്ഞ്. ഇപ്പോൾ വിനീത നല്ല സന്തോഷത്തോടുകൂടി കലക്ടറാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു ആഘോഷമായിട്ട് തന്നെയായിരുന്നു ആ വീടിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അയൽവക്കംകാരും നാട്ടുകാരും വേണ്ടപ്പെട്ട പഞ്ചായത്തിലെ അംഗങ്ങളും എല്ലാവരും വന്ന് നമ്മുടെ വീട്ടിലൊരു പരിപാടി നടക്കുന്ന പോലെ ഞങ്ങൾ അയൽവക്കംകാരെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അതിനുവേണ്ടി നിന്ന് പ്രയത്നിച്ച് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ എപ്പോഴും പറയും എൻ്റെ വീട് സൂപ്പർ വീടാണ്, എനിക്ക് സന്തോഷമാണ്, ഇത്രയും മതി, സുഖമായിട്ട് കിടക്കാം എന്നാണ് ഞങ്ങളോട് എല്ലാവരോടും പറയുന്നത്.